C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശാലിനി, പറഞ്ഞു. ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നാലും ചോദിക്കുക, നീ ഗർഭിണിയാണെന്ന് പറഞ്ഞത് സത്യമാണോ? എന്നെ വിശ്വാസമുണ്ടോ? ഞാൻ ഇയാളെ വിശ്വസിച്ചിട്ടില്ല. ആ ഒരു വാക്ക് മതി ശാലിനിക്ക് ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കാൻ. അകൽച്ച കാണിച്ചിട്ടുണ്ട്, ദേഷ്യവും പരിഭവവും ഒക്കെ. എങ്കിലും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ. അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതിന് എന്നോട് തന്നെ ദേഷ്യം തോന്നിയിട്ടേ ഉള്ളൂ. ഞാൻ ചതിച്ചിട്ടില്ല. ഞാൻ ശാലിനി, പിന്നെ നീ ഗർഭിണിയാണെന്ന് പറഞ്ഞതോ? എന്നോട് അക്കാര്യം ചോദിക്കരുത്. പറയില്ല ഞാൻ. എനിക്കല്പം സമയം വേണം. അതിനുശേഷം എല്ലാ സത്യം തുറന്നു പറയാം. ശാലിനി, ആർക്ക് വേണ്ടിയിട്ടാ? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ നീ ഈ കള്ളം പറയുന്നേ? പറയ് ശാലിനി. ഞാൻ പറഞ്ഞല്ലോ, അതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. ശാലിനി, വിഷ്ണു, ഇവള് പറഞ്ഞോ സത്യം? എടാ, നിന്നോട് ചോദിച്ചത് ഇവള് പറഞ്ഞോന്ന്. അമ്മ, ശാലിനി ഗർഭിണിയല്ല. എന്ന് നിന്നോട് ഇവള് പറഞ്ഞോ? ശാലിനി ഗർഭിണിയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടായില്ലല്ലോ. ദേ, ഇവള് തന്നെ എന്നോട് പറഞ്ഞതാ ഇവള് ഗർഭിണിയാണെന്ന്. നോക്ക് അതിനുള്ള തെളിവ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടത്? ശാലിനിക്ക് അല്പം സമയം കൊടുക്കൂ. എന്തിന്? അമ്മ, ശാലിനി എല്ലാ സത്യം പറയൂ അമ്മേ. അതിന് കുറച്ച് സമയമല്ലേ അവള് ചോദിക്കുന്നേ? നടക്കില്ല. എനിക്ക് സത്യം അറിയേണ്ടത് ഇപ്പോഴാ. ഈ നിമിഷം ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. പാടാ ഇങ്ങോട്ട്. അമ്മ, അമ്മ എന്തൊക്കെ? കുഞ്ഞു വയറ്റിനുള്ളിൽ എന്താ താനെ പൊട്ടിമുളയ്ക്കുന്ന സംഗതിയൊന്നും അല്ലല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. സുസ്മിത പറയുന്നത് തന്നെ ശരി. ശാലിനിയും സത്യം ചെയ്യട്ടെ. ഞാനങ്ങനെ സത്യം ചെയ്ത ഗർഭമാണെന്ന് എങ്ങനെ പറയും? വീണ്ടും സംശയം പ്രീതിയിലേക്ക് തരില്ലേ? പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ എന്റെ ജീവൻ കൊടുത്തായാലും രക്ഷിച്ചിരിക്കും. അർജുനേട്ടന് ഞാൻ കൊടുത്ത വാക്കാത്. ദേ, അവള് മിണ്ടാ നിൽക്കുന്ന കണ്ടില്ലേ ആന്റി? സത്യം ചെയ്യിക്കാൻഡി. ശാലിനി, നിന്നോടാ പറഞ്ഞത് സത്യം ചെയ്യാൻ. എനിക്കങ്ങനെ സത്യം ചെയ്യാൻ പറ്റില്ല സത്യമേ. ജയിച്ചു.
നിന്നെ ഈ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ ശാലിനി ഞാൻ ഇത്രയും പൊരുതിയത്. നീയുമായി ദാമ്പത്യ ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് വിഷ്ണുവേട്ടൻ പറയുന്നു. പുരുഷന്മാരുമായി ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ നീ തയ്യാറും ആവുന്നില്ല. എങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് പറയടി. പറയടി, ആരായി കൊച്ചിന്റെ തന്ത? വിഷ്ണു, അമ്മയോട് ക്ഷമിക്കണം. ഇനി ഒരു വട്ടം കൂടി ഇവളത് ആവർത്തിച്ച ഇവളെ ഞാൻ തല്ലല്ല കൊല്ലും. ഈ ദൈവം സാക്ഷിയിട്ടാ ഞാൻ ഈ പറയുന്നേ. ഇവള് പറഞ്ഞതിൽ എന്താ അവിടെ തെറ്റ്? ആർക്ക് ന്യായമായി ഉണ്ടാകുന്ന സംശയമാണ് അത്. സുസ്മിത പറഞ്ഞതുപോലെ ദിവ്യഗർഭമൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഒരു പൂജാമ്പയുടെ മുമ്പിൽ വെച്ചാണോ ഭാമേ ഇതുപോലുള്ള അസഭ്യങ്ങൾ പറയുന്നത്? ഇവക്ക് കാണിക്കാം, ഞാൻ പറയുന്നതാണോ കുറ്റം? സത്യഭാമയൊരു മണ്ടിയാണെന്ന് മാത്രം കരുതരുത്. നാളെ സൂര്യോദയം വരെ സമയം തരും ഞാൻ നിനക്ക്. അതിനുള്ളിൽ സത്യം അറിഞ്ഞിരിക്കണം എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.